ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞാൻ എൻ്റെ പഞ്ചായത്തിൽ ഈ വിവരം രാത്രി 10:30 അറിയുന്നത്. TV കണ്ടപ്പോഴാണ് പറയുന്നത് 6 മീറ്റർ ഉയരത്തിൽ സുനാമി വരുന്നു. ഞാനെന്താ ഉടനെ ചെയ്തത്? ഉടനെ തന്നെ ഞാനും വൈഫും മോനും കൂടി പുറത്തിറങ്ങി വീടുകളിൽ നടന്ന് കിട്ടാവുന്ന ഫോണുകളിൽ മുഴുവൻ വിളിച്ചു പറഞ്ഞ ആളുകളോട് ഉയർന്ന ഒരു സ്കൂളിലേക്ക് ഉയർന്ന പറമ്പിലുള്ള ഒരു സ്കൂളിലേക്ക് വരാനാണ് പറഞ്ഞത്. 300ഓളം ആളുകളെ 2 മണിക്കൂർ കൊണ്ട് അവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. എൻ്റെ പഞ്ചായത്തിൽ സുനാമി വന്നില്ല. അതുകൊണ്ട് അവിടെ വന്ന് ആ രാത്രി ഉറക്കൊഴിച്ച് വന്ന ആളുകൾക്കൊക്കെ എന്നോട് പിന്നീട് ഇഷ്ടക്കെടാ തോന്നിയത്. അതിലെനിക്ക് വിഷമം തോന്നുന്നില്ല. പക്ഷേ അത്ര പോലും ചെയ്യാൻ ഈ മാതാ അമൃതാനന്ദമയ്ക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ദൈവമാണ്? അങ്ങനെ വരാൻ പോകുന്ന സംഭവങ്ങളെ തിരിച്ചറിയാൻ അറിഞ്ഞുകൊണ്ട് കഷ്ടപ്പെടുന്ന ജനതയുടെ കഷ്ടപ്പാട് ഇല്ലാതാക്കാൻ ഒരു ദൈവത്തിന് കഴിയുന്നില്ലെങ്കിൽ അതിന് ദൈവമെന്നാണോ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ പിശാചെന്നാണോ വിളിക്കേണ്ടതെന്ന് ഭക്തന്മാർ തീരുമാനിക്കട്ടെ. ഞാനതിൽ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും ഈ തരം ദൈവങ്ങളെ ബഹുമാനിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, എവിടെ മനുഷ്യൻ്റെ കണ്ണീരുറ്റുന്നുവോ, അവിടെ മനുഷ്യൻ വേദനിക്കുന്നുവോ, അവിടെ സമാശ്വാസത്തിൻ്റെ ഒരു കൈ നീട്ടലായി ഒരു കൈയായി മാറാൻ ദൈവത്തിൻ്റെ താല്പര്യങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ ദൈവം മനുഷ്യത്വമുള്ള ദൈവമല്ല, മനുഷ്യേതര സ്വഭാവമുള്ള ദൈവമാണെന്ന് വിശദീകരിക്കാൻ സാധിക്കൂ. അത്തരം ദൈവങ്ങളെ ഈ ഭൂമിയിൽ അങ്ങനെ ഒഴുകി നടക്കുന്നത് ഗുണകരമല്ല, മനുഷ്യ സമൂഹത്തിന് ഗുണകരമല്ലാത്തതുകൊണ്ട് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നും സർക്കാർ അക്കാര്യത്തിൽ ഇടപെടണമെന്നുമാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തടയാൻ മഹാരാഷ്ട്ര ഗവൺമെന്റ് 1ാം തരം ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. അതുപോലൊരു നിയമം കേരളത്തിൽ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നിയമം നിർമ്മിച്ചാൽ ഈ ആൾദൈവങ്ങളുടെ ദിവ്യാത്ഭുത നടപടികൾ മുഴുവൻ ആ നിയമപ്രകാരം പിടിക്കാൻ സാധിക്കും. ഓരോ ദിവ്യാത്ഭുതവും എങ്ങനെ സംഭവിക്കുന്നുവെന്ന് ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കണം, വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്തു കൊടുക്കണം. ദിവ്യാത്ഭുതങ്ങളില്ല. ദിവ്യാത്ഭുതം എന്ന് പറയുന്നത് ദിവ്യമായ അത്ഭുതമാണ്. അത്ഭുതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അറിവില്ലായ്മ എന്നാണ്. അത്ഭുതം എന്ന വാക്കിൻ്റെ അർത്ഥം അറിവില്ലായ്മ എന്ന് മാത്രമാണ്. നിങ്ങൾ സൂക്ഷ്മമായിട്ട് അതിൻ്റെ അർത്ഥം പരിശോധിച്ചാൽ അറിയാം. നിങ്ങളൊരു മാജിക്ക് കാണുന്നു. എന്താ മാജിക്ക്? 2 ഭാഗം ഓട്ടയുള്ള ഒരു കാലിട്ടിന് മേശപ്പുറത്ത് വെക്കുന്നു മജീഷ്യൻ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ ആ ടിന്നിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ജീവനുള്ള ഒരു മുയലിനെ പിടിച്ച് പൊന്തിക്കുന്നു. കണ്ടു നിൽക്കുന്ന ആളുകൾ അത്ഭുതപ്പെട്ടു പോകുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ആ മാജിക്ക് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോഴും ആ വികാരം മറന്നതായി തോന്നണില്ല. അത് എങ്ങനെ നടക്കുന്നുവെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് അത്ഭുതം വന്നു. പിന്നീട് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ഒരു പ്രത്യേക മേശപ്പുറത്തെ ഈ പരീക്ഷണം വിജയിക്കൂ. മേശയുടെ അടിയിൽ ഒരു അറ വേണം. ഈ ടിന്ന് വെക്കുന്ന ഭാഗത്ത് തുണിക്ക് ഒരു സഞ്ചിക്ക് ഒരു ദ്വാരവും ഉണ്ടായിരിക്കും. അടിയിൽ സൂക്ഷിച്ച മുയലിനെ ഈ 2 ഭാഗവും ദ്വാരമുള്ളത് കൊണ്ട് കൈ ഉള്ളിലേക്ക് താഴ്ത്തി അതിൻ്റെ ചെവിട് പിടിച്ച് പൊന്തിക്കുകയാണ്. ഒരിക്കലും പൂച്ചയെ ഈ കാര്യത്തിന് ഉപയോഗിക്കുകയില്ല, കോഴിയെയും ഉപയോഗിക്കുകയില്ല. കാരണം ഈ പിടിക്കണതിൻ്റെ മുമ്പ് തന്നെ ഇവർ ശബ്ദം ഉണ്ടാക്കി കളയും. അതോട്ട് ഇത് മുന്നേ സൂക്ഷിച്ചതാണെന്നും കള്ളത്തരമാണെന്നും ആളുകൾക്ക് ബോധ്യമാകും. മുയലിന് ശബ്ദമുണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് ആ പാവം ജീവിയുടെ ആ ശബ്ദ ദൗർബല്യമാണ് ഈ മജീഷ്യൻ എന്ന് പറയുന്ന തന്ത്രജ്ഞൻ ഉപയോഗിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു മാജിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ആ മാജിക്കിലെ പ്രക്രിയയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല എന്നാണ്. അതെപ്പോൾ നിങ്ങൾക്കറിയുന്നുവോ അത് സാധാരണമായ ഒരു വിഷയമായി രൂപാന്തരപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത്ഭുതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അറിവില്ലായ്മയാണ്. ഇനി ദിവ്യാത്ഭുതം എന്ന് പറഞ്ഞാലോ? ദിവ്യമായ അറിവില്ലായ്മ. ദിവ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സംബന്ധിച്ചതെന്നാണ് അർത്ഥം. ഇല്ലാത്ത ദൈവത്തെക്കുറിച്ച് നേരത്തെ ഞാൻ വളരെ വിശകലനം ചെയ്ത് ദൈവാസ്തിത്വം സത്യമല്ല എന്ന് പറഞ്ഞു. എങ്കിൽ ദിവ്യം എന്ന വാക്കിന് എന്താണ് അർത്ഥം? നിരർത്ഥകമായൊരു പദപ്രയോഗമാണത്. ദൈവമില്ല, അതുകൊണ്ട് ദിവ്യം എന്ന വാക്കിന് ഒരു മൂല്യവുമില്ല. എന്നിട്ടും ആളുകൾ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കാറില്ലേ? അത് മജീഷ്യന്മാരുടെ കഴിവാണ്. മജീഷ്യന്മാർ ഇപ്പോഴും ദിവ്യാത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ആത്മീയവാദി പണ്ഡിതന്, സായിബാബയ്ക്കോ മാതാ അമൃതാനന്ദമയ്ക്കോ വേറെ ഏതെങ്കിലും ആൾദൈവങ്ങൾക്കോ, ഒരുപാട് ആൾദൈവങ്ങൾ കേരളത്തിലുണ്ട് കേട്ടോ. കേരളത്തിലും ഇന്ത്യയിലുമായുള്ള ആൾദൈവങ്ങളുടെ ചിത്രം ഒന്നല്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 58ഓളം ആൾദൈവങ്ങളുണ്ട്. ചില ആൾദൈവങ്ങളുടെ പേര് നിങ്ങളത് കേൾക്കുന്നതായിരിക്കും, പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ശ്രീവള്ളിയുടെ അവതാരം അതൊരാൾദൈവമാണ്. ഗുരുവായൂരപ്പൻ ഒരു ദൈവമാണ്, അത് ആൾദൈവമാണ്. കൃഷ്ണൻ അവസാനം മരിച്ചപ്പോഴാണ് ഗുരുവായൂരപ്പനായി മാറിയിട്ടുള്ളത്. ചെറുകോലിലെ ഖഡ്ഗി അവതാരം, ആവണയങ്കാവ് ചാത്തൻ, കാനാടി ചാത്തൻ, അത്തിക്കയം ശിവരാമൻ സ്വാമി, മിഖായൽ മാലാഖ, മാതാ അമൃതാനന്ദമയി, പാറക്കൽ ബലഭദ്രൻ എന്ന ഭദ്രകാളി, മൊഹിയുദ്ദീൻ തൈക്കാവിലെ ജിന്നും അത്ഭുതമോതിരവും, ചീരങ്കാവിലെ കടമറ്റത്ത് കത്തനാർ, കഞ്ഞിക്കുഴി ദൈവം, നാട്ടകം അതാണ് നേരത്തെ പറഞ്ഞ ദൈവം, നാട്ടകം സിദ്ധൻ, കുഞ്ഞുകൃഷ്ണ ദൈവം, കാലാമ്പൂർ സിദ്ധൻ, ചോറ്റാനിക്കര ഭഗവതി, രാമങ്കരിയിലെ രാജേഷ് ദൈവം, കായൽ ദൈവം പൊന്നമ്മ, കൊല്ലപ്പെട്ട ജഗദ്ഗുരു ശ്രീഭഗവാൻ, സിസ്റ്റർ അൽഫോൺസ എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആൾ ദൈവങ്ങൾ
നേരത്തെയുണ്ട്. ഇപ്പോഴും കേരളത്തിൽ ഇതേ ദൈവങ്ങൾ തന്നെ, വേറെ പല ദൈവങ്ങളും, നാടൻ ദൈവങ്ങൾ എന്ന് പറയാം. ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ദൈവങ്ങളെ ഗ്രാമീണ ദൈവങ്ങൾ എന്ന് പറയാം. ആ ഗ്രാമീണ ദൈവങ്ങളും ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്. ഈ എല്ലാ ദൈവങ്ങളും ആളുകളെ ആകർഷിക്കുന്നത് ദിവ്യാത്ഭുത പ്രകടനങ്ങളിലൂടെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊച്ചു ദിവ്യാത്ഭുതം കാണിച്ചാൽ മതി, ആളുകളെ അത്ഭുതപ്പെട്ട് അതിൻ്റെ പിന്നാലെ ഓടും. അങ്ങനെയുള്ള ആളുകളുടെ ഈ ദിവ്യാത്ഭുതങ്ങളെ 2 തരത്തിലുള്ള വെല്ലുവിളികൾ കൊണ്ട് നേരിട്ടിട്ടുണ്ട് ചിന്തകന്മാരായ യുക്തിവാദികൾ. അതിലേറ്റവും പ്രധാനമായ ഒരു ചിന്തകനാണ് ജെയിംസ് റാൻഡി. അമേരിക്കയിലെ ജെയിംസ് റാൻഡി ഫൗണ്ടേഷൻ്റെ ഏറ്റവും സുപ്രസിദ്ധനായ ഒരു മജീഷ്യനാണ് ജെയിംസ് റാൻഡി എന്ന് പറയുന്ന പ്രൊഫസർ ജെയിംസ് റാൻഡി. അദ്ദേഹം $4.5 കോടി ദിവ്യാത്ഭുതം കാണിക്കുന്നവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി, ചാലഞ്ചായി കൊടുക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങൾ 18-20 ആയി തുടങ്ങി. പക്ഷെ ഒരാൾക്കും, ഒരു അഖില ലോക ദിവ്യാത്ഭുതക്കാരനും ആ ഫണ്ട് വാങ്ങാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ചാലഞ്ച് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കേരളത്തിലെ ദിവ്യാത്ഭുതക്കാരോട് പറയുന്നത്, മാതാ അമൃതാനന്ദമയിയോട് അതുപോലെ സായിബാബയോട് പറയുന്നത്, $4.5 കോടി എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 45 രൂപയാണ്. അപ്പം 4.5 കോടി പെരുക്കണം 45 എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ്. അത്രയും വലിയ തുക നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സാമൂഹ്യ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ആ പണം വാങ്ങാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കൊച്ചു ദിവ്യാത്ഭുതം മാത്രമാണ്. ഞാൻ മാതാ അമൃതാനന്ദമയി വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായതുകൊണ്ട് വലിയൊരു ചാലഞ്ച് അവർക്ക് നേരെ തിരിച്ചുവിടുന്നില്ല. അമൃതാനന്ദമയിയുടെ ഭക്തന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കൊച്ചു ദിവ്യാത്ഭുതം അവർ കാണിച്ചാൽ മതി. ഞാനൊരു നോട്ട് കാണിക്കാം. ആ നോട്ടെടുത്തിട്ട് എൻ്റെ ഒരു കവറിലിട്ട് ഒട്ടിക്കും. ആ നോട്ടിൻ്റെ നമ്പർ ഭക്തൻ മാതാവിൻ്റെ ആശ്രമത്തിൽ പോയി അവരോട് ചോദിച്ച് കൃത്യമായി എനിക്ക് പറഞ്ഞു തന്നാൽ മാതാവിനെ ഭൂതഭാവികളൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന് അംഗീകരിക്കുകയും അവർ ദിവ്യാത്ഭുതം കാണിക്കുന്നവരാണെന്ന് സമ്മതിക്കുകയും ചെയ്യാം. ഇതുപോലൊരു കൊച്ചു ദിവ്യാത്ഭുതം കാണിച്ചാൽ ജെയിംസ് റാൻഡിയുടെ $4.5 കോടി കിട്ടും, $4.5 കോടി കിട്ടും. ഡോക്ടർ കോവൂർ നടത്തിയിട്ടുള്ള വെല്ലുവിളി നിലനിൽക്കുന്നുണ്ട്. 1 ലക്ഷം രൂപയാണ് അതിൻ്റെ ഇനാം. ആ വെല്ലുവിളിയും നിലനിൽക്കുന്നുണ്ട്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ കൊച്ചു വെല്ലുവിളികൾ വേറെയുണ്ട്. വ്യക്തികൾ നടത്തിയ വെല്ലുവിളികൾ ഇന്ത്യയിലും പുറത്തും വേറെ ധാരാളമുണ്ട്. അതുകൊണ്ട് ഈ സായിബാബയും മാതാ അമൃതാനന്ദമതി അടക്കമുള്ള ആളുകൾ ഇത്തരം വെല്ലുവിളികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ദിവ്യത അവരൊന്ന് തെളിയിക്കട്ടെ. അതിനുശേഷം ജനങ്ങൾ അവരുടെ അടുത്ത് പോകുമ്പോൾ ജനങ്ങളെ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് കരുതാൻ കഴിയും. അല്ലാത്തോടത്തോളം കാലം ഇവർ സാമൂഹ്യ വഞ്ചകരാണെന്ന ഒരു വിശേഷണ പദം കൊണ്ട് മാത്രമേ അവരെ ഞങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കൂ. മാതാ അമൃതാനന്ദമയിയുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ സായിബാബയുടെ കാര്യത്തിലാണെങ്കിൽ അയാൾ കൈവീശി ഭസ്മമെടുക്കുന്നു എന്ന് മാത്രമല്ല, ഒരുപാട് അത്ഭുതങ്ങൾ അയാൾ കാണിച്ചിട്ടുണ്ട്. കൈവീശി സ്വർണ്ണമോതിരം എടുക്കും, അതൊക്കെ പണക്കാരായ ഭക്തന്മാർക്കേ കൊടുക്കുള്ളൂ. അതുപോലെ ചെയിൻ എടുക്കും, അതും എഞ്ചിനീയർമാരെ പോലെ ആളുകൾക്കേ കൊടുക്കുള്ളൂ. ഒരിക്കൽ അലഹാബാദിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഞ്ചിനീയർക്ക് ഒരു പബ്ലിക് ചടങ്ങിൽ സായിബാബ ഒരു സ്വർണ്ണമാല എടുത്തു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ദൂരദർശൻ്റെ ഫോട്ടോഗ്രാഫർ അടുത്തുണ്ടായിരുന്നു. ഇദ്ദേഹം പെന്നിലേക്ക് കൈവീശി സ്വർണ്ണമാല പിന്നിൽ നിൽക്കുന്ന ഭക്തനിൽ നിന്ന് വാങ്ങുകയും അടുത്ത് നിൽക്കുന്ന എഞ്ചിനീയർക്ക് മോമെൻ്റോ കൊടുത്തതിന് ശേഷം സമ്മാനിക്കുകയും ചെയ്യുന്നതിൻ്റെ മുഴുവൻ ചിത്രങ്ങളും വീഡിയോയിൽ ദൂരദർശൻ പകർത്തി. ആ ദൂരദർശൻ്റെ CD പുറത്തിറങ്ങി. യുക്തിവാദി സംഘത്തിൻ്റെ കൈവശം ആ CD-യുടെ ഒരു കോപ്പി ഉണ്ട്, ഇന്നുമുണ്ട്. അതിന്നൊരു കാര്യം ബോധ്യമായി. അദ്ദേഹം വായുവിൽ നിന്ന് കൈവീശിയല്ല സ്വർണ്ണമാല എടുക്കുന്നത്, അടുത്തു നിൽക്കുന്ന ഭക്തന്മാരുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ഭാഗമായി കൃത്രിമമായി ഭൂമിയിൽ തട്ടാനുണ്ടാക്കിയ സ്വർണം കൊണ്ടുള്ള മാല തന്നെയാണ് എടുത്തു കൊടുക്കുന്നത്. ഇങ്ങനെ തട്ടിപ്പ് നടത്തി ബഹുജനങ്ങളെ വഞ്ചിക്കേണ്ട ആവശ്യം സായിബാബയ്ക്കുണ്ടോ? ഉണ്ട്. എന്താ കാരണം? കോടിക്കണക്കിൽ രൂപയുടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും ഭക്തസഞ്ചയത്തെ വളർത്തിക്കൊണ്ടുവരാനും അങ്ങനെ ചൂഷണം നിലനിർത്താനും അദ്ദേഹത്തിന് കഴിയണമെങ്കിൽ ഇത്തരം ദിവ്യാത്ഭുത തട്ടിപ്പുകൾ അദ്ദേഹം നടത്തിയേ തീരൂ. സായിബാബ ഒരു ദൈവമല്ല, ദൈവമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അവതാരമല്ല. ഹിന്ദുമതത്തിലെ ഒരു കൃതിയിലും സായി അവതാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, മാതാ അമൃതാനന്ദമയുടെ അവതാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ അവതാരങ്ങൾ രണ്ടും കപട അവതാരങ്ങളാണ്. എല്ലാ ദൈവിക അവതാരങ്ങളും കപടങ്ങളാണ്. ആ കപട അവതാരങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് മാത്രമേ അവർ സമൂഹത്തിലുണ്ടാക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കൂ. ആ വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ അടിസ്ഥാനത്തിൽ വേണം വിഷയങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ. സായിബാബ എന്ന് പറയുന്ന ആൾദൈവം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യാത്ഭുതങ്ങൾ അശാസ്ത്രീയവും ശാസ്ത്രവിരുദ്ധവുമാണ്. ഉദാഹരണത്തിന് ശൂന്യതയിൽ നിന്ന് ഭസ്മമെടുക്കുന്ന പ്രക്രിയ പരിശോധിക്കാം. ശൂന്യതയിൽ നിന്ന് ശൂന്യത മാത്രമേ സൃഷ്ടിക്കാൻ സാധിക്കൂ. നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ് എന്നല്ലാതെ ഈ ശൂന്യതയിൽ നിന്ന് ഭസ്മമെടുക്കുമെന്നതിന് ശാസ്ത്രം ഒരു പിന്തുണയും നൽകുന്നില്ല. ഈ സമയം MC² എന്ന് പറയുന്ന ആപേക്ഷികതാ സിദ്ധാന്തം തന്നെ